അൻവർ എംഎൽഎക്കെതിരെ കോഴിക്കോട്ടെ അഭിഭാഷകൻ തന്റെ കക്ഷിയായ യുവതിയെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും അൻവർ അവരെ കള്ളക്കടത്തുകാരിയാക്കി ചിത്രീകരിക്കുന്നുവെന്നും അഭിഭാഷകൻ ഷമീം പക്സാൻ ആരോപിച്ചു. എയർപോർട്ടിന് പുറത്തുവച്ച് സ്വർണം കവർച്ച നടത്താൻ ശ്രമിച്ചു എന്നാണ് വയനാട് സ്വദേശിയായ യുവതിക്കെതിരെയുള്ള കേസ്. PV അൻവർ MLA ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഒരു കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു ഡീനയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഡീനയുടെ അഭിഭാഷകനാണ് എനിക്കൊപ്പമുള്ളത്, ഷമീം പക്സാൻ. ഈ കേസിൽ ഇന്നലെ ഈ വാർത്താ സമ്മേളനം കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞ കാര്യവും നിങ്ങളുടെ കേസും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാവുന്നത് 2022 ഡിസംബർ 22 രാത്രി 8 മണിക്ക് കോഴിക്കോട് എയർപോർട്ടിൽ ഡീന വത്സൻ അവരുടെ വിദേശത്തുള്ള ബന്ധുക്കളെ കാണാനും ജോലി ആവശ്യാർത്ഥം പോയി തിരിച്ചു വരുന്ന സമയത്ത് അവർ അണിഞ്ഞിരുന്ന ആഭരണങ്ങളുമായി 145.9 ഗ്രാം അവർ അണിഞ്ഞിരുന്ന ആഭരണങ്ങളുമായി എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് ആ എയർപോർട്ടിലെ പുറത്ത് കസ്റ്റംസ് മറ്റ് സംവിധാനങ്ങളൊക്കെ അധികാരികളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ കരിപ്പൂർ പോലീസ് പുറത്ത് കാവൽ നിൽക്കുകയും ഡീനയെ പോലീസ് ഉടൻ തന്നെ വണ്ടിയിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡീന ഒരു അനധികൃതമായ രീതിയിൽ സ്വർണം കടത്തുകയോ മറ്റു മോശമായ രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സ്റ്റേഷനിലെത്തിയ സമയത്ത് ആ സ്റ്റേഷനിൽ ഡീന പറയും പ്രകാരം ആ സ്റ്റേഷനിൽ അതേപോലെ തന്നെ മറ്റൊരു വിദേശത്തു നിന്ന് വന്ന ധാരാളം ബാഗുകളും മറ്റു സാധനങ്ങളുമായിട്ടുള്ള ഒരു വ്യക്തി ആ സ്റ്റേഷനിലുണ്ട്. ആ സ്റ്റേഷനിൽ ആ വ്യക്തിയുടെ ലഗേജിൽ ഒരു ഭാരം കൂടിയ ഒരു സൈക്കിൾ, കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു സൈക്കിളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡീന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സിവിൽ ഡ്രസ്സിലുള്ള ഒരു വ്യക്തി വന്ന് ഈ പോലീസുകാരിൽ നിന്ന് ഈ സൈക്കിൾ വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്വർണം കടത്തുമായിട്ട് ഇന്നലെ PV അൻവർ MLA പറഞ്ഞ പ്രകാരമുള്ള ആ കേസിൽ ഡീന കൊണ്ടുവന്ന സ്വർണ്ണമല്ല യഥാർത്ഥ വിഷയത്തിലുള്ളതെന്നും ആ സൈക്കിൾ ആരുടേതാണെന്നും ആ സൈക്കിൾ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന വ്യക്തി ആരാണെന്നും അത് ആരാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സിവിൽ വസ്ത്രത്തിൽ വന്ന വ്യക്തി ആരാണ് കൊണ്ടുപോയതെന്നാണ് ആദ്യമായി അന്വേഷിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈ ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു സുബൈറിൻ്റെ പേര് പറയുന്നുണ്ട്. ഈ സുബൈറിന് ഇന്നേ വരെ അങ്ങനെ ഒരു സ്വർണം പോയി എന്നുള്ളൊരു കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ സുബൈർ പ്രത്യക്ഷത്തിലേ ഇല്ല. സുബൈർ പോലീസിൻ്റെ ബിനാമിയാണോ അല്ലെങ്കിൽ മറ്റാരുടെയും ബിനാമിയാണോ എന്നുള്ളത് അന്വേഷിക്കേണ്ട വിഷയമാണ്. ഇതിലിപ്പോൾ ഡീന അതിലെന്താ പറയുന്നത്? കാരണം ഇത്തരം ആരോപണം വന്ന ഒരു സാഹചര്യത്തിൽ ഡീനയുടെ പേര് വീണ്ടും വരികയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ സ്വർണം കടത്തിയതിൻ്റെ പേരിൽ അവരുടെ പേരിൽ കേസില്ല. പിന്നെ അവരണിഞ്ഞിരുന്ന ഒരു ആഭരണം അവർ തന്നെ പൊട്ടിച്ചു എന്ന് പറയുന്ന ഒരു കേസാണ്. അത് കെട്ടിച്ചമച്ചതാണെന്നാണല്ലോ നിങ്ങൾ കോടതിയിൽ പോലീസ് വ്യക്തമായിട്ടും അത്തരത്തിലൊരു രീതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വിദേശത്ത് നിന്ന് സ്വർണം കടത്തിയെന്നൊരു കേസ് ഇല്ലാതിരിക്കെ തന്നെ ഈ സ്വർണം കടത്തപ്പെട്ട സ്വർണം പൊട്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരു വ്യത്യസ്തമായ രീതിയിലൊരു കേസാണ് ഉള്ളത്. അതുമാത്രമല്ല ഈ പറഞ്ഞ ഈ പ്രതികൾ ആരും തന്നെ ഡീനയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ പല സ്ഥലങ്ങളിലുള്ള പല ആളുകളെയും പോലീസ് അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളുകളെ ചേർത്തിക്കൊണ്ട് ഇത്തരം ഒരു നാടകം ഉണ്ടാക്കിയിട്ടാണ് ഇതിൽ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഇങ്ങനെ ഒരു ആരോപണമൊക്കെ വന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഏതെങ്കിലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? ഡീന വത്സൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അവർ വിദേശത്തു നിന്ന് വന്നത് അവരുടെ ആഭരണങ്ങൾ ധരിച്ചാണ്. അവർ ആരെയും പൊട്ടിക്കാനോ അവരുടെ കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങൾ അവർ തന്നെ പൊട്ടിച്ചു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടോ? ഇല്ല. അപ്പോൾ അവരെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പേരുകൊണ്ടും വിലാസം കൊണ്ടും വന്ന് ഒരു സ്ത്രീയുടെ മാനത്തെ ഹനിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തി വന്നതുകൊണ്ട് അതിനെതിരെ നടപടിയായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ നിയമപരമായി നോക്കുന്നുണ്ട്. ഡീനയുടെ പേരിൽ നിലവിൽ ഒരു കേസ് ഇവർ പറഞ്ഞതുപോലെ തന്നെയാണെങ്കിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട കേസില്ല. സ്വർണം പൊട്ടിച്ചു അവർ തന്നെ ധരിച്ചു വന്ന സ്വർണം പൊട്ടിച്ചു എന്ന് പറഞ്ഞ കേസാണുള്ളത്. അങ്ങനെ ഒരു കേസ് അവിടെ ഉണ്ട്. കുറച്ചു കാലമായിട്ട് അവർ റിമാൻഡിൽ കഴിഞ്ഞ് ഇറങ്ങുകയും ചെയ്തതാണ്. അതിനുശേഷം വീണ്ടും അവരെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പേര് വലിച്ചഴിച്ചതിനെതിരെയാണ് അവർ നിയമ നടപടി സ്വീകരിക്കാൻ ആലോചിക്കുന്നത്. ജസ്ലബാബു പിലാശ്ശേരിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.